ഹലോ ഡിയേഴ്സ്, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഏകളിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രത്നാമിസ്. അപ്പം നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എന്താണ് 8 മാർക്കിന്റെ പ്രധാനപ്പെട്ട ഇതുവരെ ചോദിച്ചതും ഇനി വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെ ഉത്തരം എഴുതണം എന്നൊക്കെ നമുക്ക് ഈ ഒരു കോണ്ടന്റ് വീഡിയോയിൽ നോക്കാം. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും വിട്ടുപോകരുത്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കോണ്ടന്റ് വീഡിയോസ് ആണ് വേണ്ടതെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ 8 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ. 8 മാർക്കിന്റെ ചോദ്യത്തിൽ നമുക്കറിയാലേ എത്ര പേജ് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയില്ലെങ്കിൽ നമ്മൾ മറ്റൊരു വീഡിയോ കൂടെ എന്താണ് ഇതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്കൊന്ന് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പം എങ്ങനെയാണ് കൂടുതലും നമുക്ക് ഉപന്യാസങ്ങളാണ് 8 മാർക്കിന് കണ്ടുവരുന്നത്. അപ്പൊ അതിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യമാണ്, നാം ഓരോരുത്തരും നഷ്ടപ്പെട്ടതിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒപ്പം കൈപിടിച്ച് നടന്ന കുഞ്ഞുങ്ങളാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് ഈ ചലച്ചിത്രം, ഏത് സൈക്കിൾ മോഷ്ടാക്കൾ അല്ലെ എന്ന് പറയുന്ന ആ ഒരു ചലച്ചിത്രം നമ്മെ തിരിച്ചറിയിക്കുന്നു. മേൽ സൂചിപ്പിച്ച നിരീക്ഷണങ്ങളെ മുൻനിർത്തി സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയ്ക്ക് നിരൂപണം തയ്യാറാക്കുക. നിരൂപണം എന്ന് പറയുന്ന നേരം അത് എഴുതിയത് ആരാണ് അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിരിക്കണം. അതെങ്ങനെയൊക്കെ ചിത്രീകരിച്ചു, അതിലെ രംഗം, വേഷം, കഥാപാത്രങ്ങളെ കുറിച്ചിട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അല്ലെ സൂക്ഷ്മമായിട്ട് നമ്മൾ എന്താണ് ഒരു നിരൂപണം നടത്തുകയാണ്. എന്തിനെ കുറിച്ചിട്ട്? ഈ ഒരു സൈക്കിൾ മോഷ്ടാക്കൾ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ട്. ഇത്തരത്തിലായിരിക്കും നിങ്ങളോട് ചോദ്യം വരിക. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വരും, നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ വരും, നിരൂപണം തയ്യാറാക്കാൻ വരും. ഇത്തരത്തിലായിരിക്കും 8 മാർക്കിന് ഉപന്യാസം തയ്യാറാക്കാൻ വരും. ഇങ്ങനെയൊക്കെ ആയിരിക്കും 8 മാർക്കിന് ചോദ്യം വരിക. അപ്പൊ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? അപ്പൊ ആദ്യം തന്നെ നേരെ എന്താണ് നമ്മൾ അല്ലെ, ഇതാണ് കഥ എന്ന് പറഞ്ഞ് കഥ പഠിച്ചതുകൊണ്ട് മാത്രം ഇത് എഴുതാൻ പറ്റോ? ഇല്ല. ഈ സിനിമയെ കുറിച്ചും ആരാണ് ചിത്രീകരിച്ചത് അല്ലെ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം, ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഇവരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എന്താണ് കഥയുടെ പശ്ചാത്തലം എന്നൊക്കെ വിശദീകരിച്ചോളണം. അപ്പൊ പുതിയ കാലത്തിന്റെ മാന്ത്രിക അനുഭവം, ശാസ്ത്രത്തിന്റെ മികച്ച കണ്ടുപിടുത്തം, അതാണ് എന്ത്? സിനിമ. ലോകം കണ്ട മികച്ച സിനിമകളിൽ ഒന്നാണ് ഇറ്റാലിയൻ ചലച്ചിത്രമായിട്ടുള്ള ബൈസിക്കിൾ തീവ്സ്. മലയാള ചലച്ചിത്ര സംവിധായകനും നിരൂപകനും കഥാകൃത്തുമായിട്ടുള്ള വിജയകൃഷ്ണന്റെ കളവുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും എന്ന ലേഖനം ഈ സിനിമയെ കുറിച്ച് ആഴത്തിൽ അറിയാൻ സഹായിക്കുന്നു. അപ്പം ഈ സിനിമയെ കുറിച്ചിട്ടാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? വിശദീകരിക്കേണ്ടത്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് മലയാളത്തിൽ എന്താണ് ഇങ്ങനെ ഒരു ലേഖനവും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ വിശദീകരിക്കാൻ. നിയോ റിയലിസം, ഈ പ്രസ്ഥാനം പിറവിയെടുക്കാനായിട്ടുള്ള സാഹചര്യം, ഇവയാണ് ഈ ഒരു എന്താ പറയാ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് വരുന്നത്. അപ്പൊ സിനിമയിലേക്ക് വരുന്ന സമയത്തും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് തന്നെ പറയാം. തുടർന്ന് ബൈസിക്കിൾ തീവ്സ് എന്ന സിനിമയുടെ സവിശേഷതകളാണ് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലേഖനത്തെ കുറിച്ച് അധികം പറയണ്ട. നിങ്ങൾ സിനിമയെ കുറിച്ചും അതിന്റെ സവിശേഷതകളും കഥാപാത്രങ്ങളുടെ സവിശേഷതകളുമായിരിക്കണം വിശദീകരിക്കേണ്ടത്. ചലച്ചിത്രത്തിന്റെ, അതായത് ഇനി പറയുന്ന കാര്യങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങളെ ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം. ചലച്ചിത്രത്തിന്റെ രൂപഭാവങ്ങളിൽ പുതുമ കൊണ്ടുവന്ന ശക്തമായ പ്രസ്ഥാനമായിരുന്നു നിയോ റിയലിസം. ജീവിതത്തോട് ഏറ്റവും പ്രകടമായ തരത്തിൽ സത്യസന്ധത, വാസ്തവികതയുടെ ദുഃഖഭൂമികൾ, യഥാർത്ഥ മനുഷ്യരുടെ മുഖങ്ങൾ, അപരിചിതരായ ജീവിത പരിസ്ഥിതികൾ, ഇവയൊക്കെയാണ് നിയോ റിയലിസ്റ്റിക് സിനിമകളിൽ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ബൈസിക്കിൾ തീവ്സിന്റെയും മുഖമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം കേട്ടോ. എന്നിട്ട് ഇതിലെ കഥാപാത്രങ്ങളാണ് ഇവരുടെ ജീവിതത്തിന്റെ അവസ്ഥ, അതുപോലെ തന്നെ എന്താ പറയാ ബാക്കി കാര്യങ്ങൾ, കഥാപാത്രത്തിന്റെ ഒക്കെ വേഷം, അവരുടെ രൂപം, അവരുടെ ദാരിദ്ര്യം, പട്ടിണിയൊക്കെ എന്താ പറയാ ചിത്രീകരിക്കുന്നതാണ് അവരുടെ രൂപങ്ങൾ. അതുപോലെ തന്നെ ആ ജീവിതം, സാധാരണക്കാരായിട്ടുള്ള ജീവിതത്തിൽ അല്ലെ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു കഥയുടെ ഇതിവൃത്തം എന്ന് പറഞ്ഞിട്ട് ആ കഥ അല്ലെ, ആ കഥയുടെ ഒരു എന്താ പറയാ നിരൂപണം പോലെ അല്ലെ, നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതുന്നതാണ് നിങ്ങൾ ഈ ഒരു ഉത്തരമായിട്ട് കൊടുക്കേണ്ടത്. അത് ക്ലിയർ ആയല്ലോ? അപ്പം മിനിമം 8 മാർക്കിൻ്റെതാണ്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. മിനിമം എന്താണ് ഒരു 4ഓ 5ഓ പാരഗ്രാഫ് നിങ്ങളുടെ ഉത്തരത്തിൽ ഉണ്ടായിരിക്കണം. ഈ രീതിക്ക് വിശദീകരിച്ച് എഴുതിക്കൊള്ളണം. അപ്പൊ നമുക്ക് ഒരു എസ്സേ ഏതിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലെ, നമ്മുടെ സൈക്കിൾ മോഷ്ടാക്കൾ എന്ന് പറയുന്ന ബൈസിക്കിൾ തീവ്സിലെ നിന്നും ഒന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അതായത് കളഞ്ഞുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ആ പാഠത്തിൽ നിന്നും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഒരു എസ്സേ പ്രതീക്ഷിക്കാവുന്നതാണ്. കേട്ടല്ലോ, മറന്നു പോകരുത്. അപ്പം ഒരു ചോദ്യം ഏതിൽ നിന്ന് വരുമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തൊരു ചോദ്യം നോക്കിയേ. ഭദ്രേ, ചിതൽ കേടിനാൽ
വാടിപ്പോകാതുള്ളിലുണ്ടല്ലോ നമുക്കൊരു ചെമ്പനീർ തോട്ടം. ഏതിലത്തതാണ്? വൈലോപ്പിള്ളിയുടെ ചെമ്പനീർ പൂന്തോട്ടം എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. ഈ വരികളിൽ തെളിയുന്ന ശുഭചിന്തയും ആത്മവിശ്വാസവും അണയാത്ത പ്രതീക്ഷയും ഏത് കവിതയിൽ? ഊഞ്ഞാലിൽ എന്ന കവിതയിലും കവി ആവിഷ്കരിക്കുന്നുണ്ടോ? വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഏതാ പാഠം? ഊഞ്ഞാലിൽ. അപ്പൊ ഊഞ്ഞാലിൽ നിന്നും നമുക്ക് എന്താണ് അല്ലെ ഒരു 8 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഉപന്യാസമാണ്. ഉപന്യാസം എഴുതുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? തലക്കെട്ടാണ്. എന്താണ്? തലക്കെട്ട്. ഈ തലക്കെട്ടിന് കിട്ടും നമുക്ക് എന്ത്? 1 മാർക്ക്. പിന്നെ വേണ്ടത് ആമുഖമാണ്. ആമുഖം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? പാഠത്തെ കുറിച്ചാണോ? ഊഞ്ഞാലിനെ കുറിച്ച് മാത്രമാണോ ചോദിച്ചത്? അല്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? വരികളിൽ തെളിയുന്ന ശുഭചിന്തയും ആത്മവിശ്വാസവും അണയാത്ത പ്രതീക്ഷയും. ഇതിനെ കുറിച്ചിട്ടാണ് മുകളിൽ പറഞ്ഞ കവിതയും അതുപോലെ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിതയും തമ്മിൽ എന്താണ് അല്ലെ ഇത് രണ്ടിലും ഇത് ആവിഷ്കരിക്കുന്നുണ്ടോ, ഈ ഒരു ആശയം ആവിഷ്കരിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് എന്തിനെ കുറിച്ചിട്ടാണ് അല്ലെ? നല്ല രീതിക്ക് ശുഭചിന്തയും ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ ഒരാളിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഒരു ആമുഖം പറഞ്ഞതിന് ശേഷം അല്ലെ നിങ്ങൾ ആരുടെ നമ്മുടെ എന്താ പറയാ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന കവിതയെക്കുറിച്ചും വിശദീകരിക്കുക. അതിൽ ശുഭചിന്തകളെ കുറിച്ച് പറയുന്നതും അതോടൊപ്പം തന്നെ വൈലോപ്പിള്ളിയുടെ അല്ലെ പനിനീർ പൂന്തോട്ടത്തിലും ഇതേ രീതി തന്നെയാ പറയുന്നത് അല്ലെ. നമുക്ക് എത്ര ജീവിതത്തിൽ ദുരന്തമുണ്ടായാലും വാടാത്തൊരു പൂന്തോട്ടം എപ്പോഴും എന്താണ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് അല്ലെ ഈ ഒരു വരികളിലൂടെയും അല്ലെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്കറിയാലേ വൈലോപ്പിള്ളിയുടെ ഈ ഒരു കവിതയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ നിങ്ങളുടെ ഉത്തരത്തിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഉപന്യാസത്തിന് തലക്കെട്ട് വേണം. ആമുഖം എന്തിനെ കുറിച്ചായിരിക്കണം? നമ്മുടെ ഈ ഒരു പ്രതീക്ഷയെ, ശുഭപ്രതീക്ഷയെയും ആത്മവിശ്വാസത്തെയും കുറിച്ചായിരിക്കണം. അതിനുശേഷം നമ്മുടെ ഊഞ്ഞാലിൽ എന്ന കവിതയെ നിങ്ങൾ വിശദീകരിക്കണം. അതിലെങ്ങനെയാണ് പ്രതീക്ഷയും അല്ലെ ആത്മവിശ്വാസത്തെയും കുറിച്ച് പറയുന്നത്. അതിനുശേഷം വൈലോപ്പിള്ളിയുടെ അല്ലെ പനിനീർ പൂന്തോട്ടം എന്ന് പറയുന്ന കവിതയിലേക്ക് വരണം. ആ വരികളുടെ ആശയവും നിങ്ങൾ പറയുക. എന്നിട്ട് ശുഭപ്രതീക്ഷ നമ്മളുടെ മനുഷ്യന്മാരുടെ ഒക്കെ ജീവിതത്തിൽ വെച്ചു പുലർത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും പറഞ്ഞുകൊണ്ടായിരിക്കണം അവസാനിപ്പിക്കേണ്ടത്. നന്നായിട്ട് പഠിച്ചു പൊക്കോളണം. കേട്ടല്ലോ? എഴുതേണ്ടത് അവിടെ ഇരുന്ന് നമുക്ക് ആലോചിക്കുമ്പോഴേക്കും സമയം പോകും. അപ്പൊ കൃത്യമായിട്ടും ഓരോ പാഠഭാഗത്തിലും നമ്മൾ എന്തൊക്കെ ആശയങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ, എനിക്ക് അവിടെ ചെന്നിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്തണം. ഓക്കെ. അപ്പൊ നമുക്ക് ഏത് പാഠം കിട്ടി? ഊഞ്ഞാലിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസ് വരും അല്ലെ, നമുക്ക് വരുന്നെന്നും മനസ്സിലായി. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് ഏത് പാഠത്തിൽ നിന്നാണ്? ഓർമ്മയുടെ ഞരമ്പ്. അതിൽ നിന്ന് എന്തായാലും 6 മാർക്കും 8 മാർക്കും ഒക്കെ വരുന്ന ഒരു പാഠമാണ് ഓർമ്മയുടെ ഞരമ്പ്. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ വൃദ്ധയുടെ എഴുത്ത് ജീവിതം നേരിട്ട പ്രശ്നങ്ങളാണല്ലോ അല്ലെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു കഥയിൽ വൃദ്ധ എഴുതുന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ആ ഒരു കഥയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് സ്ത്രീയുടെ സർഗാത്മക ജീവിതത്തെ എത്രമാത്രം പ്രതിഫലിപ്പിക്കുന്നുണ്ട്? നിരൂപണക്കുറിപ്പ് തയ്യാറാക്കുക. അതായത് സ്ത്രീ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അല്ലെ അവരുടെ ചുറ്റുപാടുകൾ എത്രത്തോളം അവരെ എന്താണ് പിൻവലിക്കുന്നുണ്ട്, ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നിരൂപണക്കുറിപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, സ്ത്രീ ജീവിതം എങ്ങനെയാണ്, അവരുടെ എഴുത്ത് അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റി, സർഗാത്മകത തെളിയിക്കുന്ന മേഖലകളിൽ അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അതിനൊരു ഉദാഹരണമായിട്ട് അല്ലെ ഇതിനൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ എന്താ പറയാ ഓർമ്മയുടെ ഞരമ്പ്. അങ്ങനെ എഴുത്തുകാരിയെയും ഓർമ്മയുടെ ഞരമ്പിനെയും ഒക്കെ വിശദീകരിച്ച് അതിൽ വൃദ്ധ അനുഭവിക്കുന്ന വേദനകൾ, ദുരിതങ്ങൾ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് സ്ത്രീ ജീവിതം എത്രത്തോളമാണ് അല്ലെ എന്താ പറയാ ഉയർന്നു വരാൻ പ്രയാസപ്പെടുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ വിശദീകരിച്ചു കൊണ്ടായിരിക്കണം ഈ ഒരു 8 മാർക്കിന് ഉത്തരം എഴുതേണ്ടത്. ഇപ്പൊ പുരുഷാധിപത്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ സ്ത്രീകൾ സമൂഹത്തിന്റെയും സാഹിത്യത്തിന്റെയും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ എഴുതിക്കൊള്ളണം. മിസ് ഇവിടെ ഒരു വിശദീകരണം, ചെറുതായിട്ടൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ സ്ത്രീകൾ എത്രത്തോളമാണ് അല്ലെ സ്ത്രീകളുടെ മേൽ ഏൽപ്പിക്കുന്ന കുടുംബ സംബന്ധിയായിട്ടുള്ള വിവിധ ഉത്തരവാദിത്തങ്ങൾ എന്താണ് സ്ത്രീകളെ ഇത്തരം മേഖലകളിൽ നിന്നും പിൻവലിക്കാൻ കാരണമാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി പഠിക്കണം. എഴുതി പഠിക്കുകയോ വായിച്ച് ഒരു 4-5 തവണ വായിച്ച് പഠിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം ആശയം എന്താണ് നമ്മുടെ മനസ്സിൽ നിൽക്കും. ഓക്കെ.
ഇതൊക്കെ നമുക്ക് എപ്പം അല്ലെ മാരത്തോണിൽ നമ്മൾ അടിച്ചു പൊളിച്ച് പഠിക്കുന്നതായിരിക്കും. എല്ലാവരും മാരത്തോണിൽ ഉണ്ടായിരിക്കണം. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഓർമ്മയുടെ ഞരമ്പിലെ വൃദ്ധ എഴുതി എന്ന് പറയുന്ന 3 കഥകളിലും ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്നത് അവരുടെ ജീവിതം തന്നെയാണ്. ഈ നിരീക്ഷണം ശരിയാണോ? കണ്ടോ, ഓർമ്മയുടെ ഞരമ്പിൽ നിന്നും എന്തായാലും 8 മാർക്കിന് വരും. അപ്പൊ ഊഞ്ഞാലിൽ പഠിച്ചോളണം, പിന്നെ കളഞ്ഞുപോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും, ഇതിൽ നിന്നും എന്ത് ചെയ്യണം അല്ലെ നമുക്ക് എസ്സേ വരും. അപ്പോൾ ഈ പാഠങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോളണം. അപ്പോൾ അതിൽ നിന്നും ചോദ്യം വരികയാണെങ്കിൽ ആ വൃദ്ധയുടെ 3 കഥകളെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വിശദീകരിച്ചോളണം. പെണ്ണായാൽ ചോറും കറിയും വെക്കണം പെറണം എന്ന പൊതു ബോധത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പാണ് KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ. ഇത്തരത്തിലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. അതിപ്പോ 6 മാർക്കിനാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുത്തോളണം. സമകാലിക മലയാള കഥയിലെ കരുത്തുള്ള പെൺ ശബ്ദമാണ് മീരയുടേത്. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിലെ മുഖ്യ കഥാപാത്രമാണ് വൃദ്ധ. അവർ എഴുതിയ 3 കഥകളെ കുറിച്ചുള്ള പരാമർശമാണ് അവരുടെ ചിതറിയ ഓർമ്മകളായി ഈ കഥയിലുള്ളത്. ആ കഥയാകട്ടെ വൃദ്ധയുടെ ജീവിതം തന്നെയാണ്. വൃദ്ധ എഴുതിയ ആദ്യ കഥ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചെങ്കിലും അത് സാധിക്കാതെ പോയ ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യ ആയിരുന്നിട്ടും സ്വന്തം വീടിനുള്ളിൽ പോലും വൃദ്ധയ്ക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഒരു പൊതുജീവിതം അവർക്ക് സ്വപ്നം മാത്രമാണ്. ആ നിരാശയിലാണ് വൃദ്ധ എഴുതിയ ആദ്യ കഥയിൽ അല്ലെ ആ ഒരു നിരാശ തന്നെയായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു നിരാശ തന്നെയാണ് അവരുടെ ആദ്യ കഥയിലും എന്താണ് പ്രതിഫലിച്ചത്. ഇനി രണ്ടാമത്തേതോ, വൃദ്ധയുടെ രണ്ടാമത്തെ കഥ ആണുങ്ങളുടെ കള്ളപ്പേരിൽ എഴുതിയ ഒരു പെണ്ണിനെ കുറിച്ചാണ്. ആ പെണ്ണിന്റെ കഥകൾ അല്ലെ സമ്മാനിതയായപ്പോൾ അതിന്റെ എന്താ പറയാ കർത്തൃത്വം ആരേറ്റെടുത്തു, അതിനൊരു അവാർഡ് കിട്ടിയ സമയത്ത് അത് ആരേറ്റെടുത്തു, അതും അവരുടെ ഭർത്താവ് അല്ലെ ഞാൻ എഴുതിയതാണ് എന്ന് പറഞ്ഞ് അവര് ഏറ്റെടുത്തു. എഴുത്തുകാരി എന്ന നിലയിൽ വൃദ്ധ കുടുംബത്തിനുള്ളിൽ അനുഭവിച്ച അസ്വാതന്ത്ര്യങ്ങളെയാണ് ഈ കഥയിൽ പ്രതിഫലിപ്പിക്കുന്നത്. പെണ്ണായാൽ ചോറും കറിയും വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് വിശദീകരിക്കുക. മൂന്നാമത്തെ കഥയുടെ ശീർഷകം എന്നോണം ഉള്ളടക്കം എന്നോണം പറയാനാവാത്ത വിധം വൃദ്ധ പറയുന്ന വാക്കാണ് എന്ത്, ദുർമരണം എന്നാണ് അല്ലെ. അതും അവരുടെ ജീവിതത്തെ കുറിച്ച് തന്നെയാണ്. അത് അവരുടെ ജീവിതത്തിന്റെ ആകെ അർത്ഥം തന്നെയായി മാറുന്നു. 9 വയസ്സുള്ള കാലത്ത് വള്ളത്തോളിൽ നിന്ന് പ്രതിഭാശാലി എന്ന അഭിനന്ദനം കിട്ടിയ പെണ്ണ് ദാമ്പത്യം, കുടുംബം എന്നീ ബന്ധനങ്ങളിൽ തളയ്ക്കപ്പെട്ട് ചോറും കറിയും വെച്ച് പെറ്റും അല്ലെ എന്താണ് വീടിനകത്ത് ചുരുങ്ങിപ്പോയ ദുരന്തത്തെയാണ് ഈ ദുർമരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 കഥകളും എന്താണ് അവരുടെ ജീവിതത്തെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം എഴുതേണ്ടത്. കൃത്യമായിട്ടും കേട്ടല്ലോ, നല്ല ഗംഭീരമായിട്ട് എഴുതിക്കൊള്ളണം. ഒന്നുകൂടെ വായിച്ചൊക്കെ പഠിക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഇനി എന്താ പറയാ മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഉപന്യാസമാണ്. ഉപന്യാസത്തിന്റെ ഫോർമാറ്റ് പഠിച്ചോളണം. തലക്കെട്ട് വേണം, വിഷയത്തെക്കുറിച്ച് ഒരു ആമുഖം വേണം, പിന്നെ എന്താണ് ഒരു 3ഓ 4ഓ ഖണ്ഡിക പാരഗ്രാഫ് ആക്കിയിട്ട് നിങ്ങൾ ഉത്തരം വിശദീകരിച്ചോളണം അല്ലെ. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ നിങ്ങളുടെ നിഗമനങ്ങൾ ക്രോഡീകരിച്ച് അല്ലെ നിങ്ങൾ സമൂഹത്തിന് ഒരു നല്ലൊരു കാര്യം എന്താണ് അല്ലെ കൊടുക്കുന്ന രീതിക്കായിരിക്കണം അവസാനിപ്പിക്കേണ്ടത്. കേട്ടല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മുടെ കുട്ടികളോടും ലോകത്തിലെ എല്ലാ കുട്ടികളോടും നമുക്ക് തോന്നുന്ന വാത്സല്യം എന്ന വികാരം ഈ ചിത്രത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൽ അന്തർലീനമായിരിക്കുന്നുണ്ട്. പ്രസിദ്ധ ഒരു സിനിമയെക്കുറിച്ചുള്ള ഈ നിരീക്ഷണം ബൈസിക്കിൾ മോഷ്ടാക്കൾ അതുപോലെ തന്നെ കേൾക്കുന്നുണ്ടോ എന്നീ സിനിമകളുടെ കാര്യത്തിലും പ്രസക്തമാണോ? വിലയിരുത്തി ഉപന്യാസം തയ്യാറാക്കുക. അപ്പം നല്ലൊരു തലക്കെട്ട് കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നല്ലൊരു തലക്കെട്ട് കൊടുത്തോളണം. അതിനുശേഷം എന്ത് ചെയ്യണം, അതെ കുഞ്ഞുങ്ങളെ കുറിച്ച്, ബാല്യകാലത്തെ കുറിച്ച്, അവരോടുള്ള വാത്സല്യത്തെ കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതിന് ശേഷം ഈ 2 കൃതികളെയും അതായത് ആ സിനിമയെയും അതുപോലെ തന്നെ എന്താണ് ഹ്രസ്വചിത്രം 2 ചിത്രങ്ങളെ കുറിച്ചിട്ടും ഒന്ന് വിശദീകരിച്ച് അതിൽ 2ലും പറയുന്ന നമ്മുടെ കഥാപാത്രങ്ങളെ വിശദീകരിച്ച് ബ്രൂണോയെയും അതുപോലെ തന്നെ നമ്മുടെ അസ്നയൊക്കെ വിശദീകരിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട്. അവസാനം നിങ്ങൾ പറയണം ചോദ്യം എന്തായിരുന്നു അല്ലെ, ഈ 2ലും എന്താ പറയാ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ സ്നേഹം തന്നെയാണോ അന്തർലീനമായിരിക്കുന്നത്, ആ സിനിമയെ നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം തന്നെയാണോ എന്നതിനുള്ള ഉത്തരമായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. ഇങ്ങനെ ഒരു 4ഓ 5ഓ പാരഗ്രാഫ് നിങ്ങളുടെ 8 മാർക്കിന് ഉണ്ടായിരിക്കണം. മിനിമം ഒരു 4 പാരഗ്രാഫ് എങ്കിലും നിങ്ങളുടെ 8 മാർക്കിന് ഉത്തരമായിട്ടുണ്ടായിരിക്കണം. അടുത്തൊരു ചോദ്യമാണ്, ആരുടെ മനസ്സിലും
കുടികൊള്ളുന്ന ബാല്യകാല അനുഭൂതികളെ പീലിക്കണ്ണുകൾ എന്ന കവിതയിൽ കാണുന്നുണ്ടോ? കണ്ടോ, ബാല്യകാലത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുൻ പരീക്ഷകളിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ബാല്യകാലത്തെ കുറിച്ചൊരു ആമുഖം നിങ്ങൾ എന്ത് ചെയ്യണം, കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ബാല്യകാലത്തെ കുറിച്ചിട്ടുള്ള എന്തൊക്കെ സ്മരണകളാണ് പീലിക്കണ്ണിൽ പറയുന്നത് അല്ലെ? അതിൽ ആ അമ്മയ്ക്കും അച്ഛനോടും ആ മകനോട് ഉണ്ടായിരുന്ന ആ സ്നേഹം കൊണ്ട് തന്നെയാണ് ആ മകന് വീണ്ടും എന്താണ് പെറ്റിട്ടില്ലെങ്കിലും വളർത്തിയതാണെങ്കിലും എന്താ പറയുക, കർമ്മഫലം കൊണ്ടാണ് ഒരാൾ അച്ഛനും അമ്മയുമായി തീരുന്നത് എന്ന് ആര്യ ശ്രീകൃഷ്ണൻ പറയാൻ കാരണം. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വേണം വിശദീകരിക്കാൻ. അപ്പോൾ ഏതൊക്കെയാണ് 8 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഏത് പാഠങ്ങളിൽ നിന്നൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മക്കളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.